മണിയനായിരുന്നു ആദ്യത്തെ പേര്. വീട്ടിലൊക്കെ അവിടെ വിളിക്കുന്ന മണിയൻ എന്നാണ്. ഗോസ്വാമി എന്നിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയപ്പെടുന്നത്. വീട് ചന്തേര നേരെ താഴ്വശം വരുമ്പോൾ ആ ചാനലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ബാക്കിൽ, ഒരു വീട്ടിൻ്റെ ബാക്കിലായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഒരു അടിക്കേസായിരുന്നു. എങ്ങനെയൊക്കെ മാറിയതാണ് അന്ന്. ഗോസ്വാമിയുടെ കുടുംബമായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അന്ന് മാറി ഒക്കെ എല്ലാവരും മാറിപ്പോയാണ്. സ്വന്തമായിട്ട് അവരടങ്ങുന്ന നാട്ടുകാരെങ്കിലൊക്കെ അറിയായിരുന്നു. അതുപോലെ അച്ഛൻ മരിച്ച സമാധിയാണ് എന്ന് പറയാൻ അത് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. നമസ്കാരം. ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. ഗോപൻ സ്വാമി മുൻപ് ആരായിരുന്നു? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഗോപൻ സ്വാമിയുടെ മുൻപത്തെ പേര് മണിയൻ എന്നുള്ള അത്തരത്തിലുള്ളൊരു വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയാണ്. അദ്ദേഹം എന്തായാലും ഈയൊരു ആറാലമ്മൂട് ഈയൊരു വീട് എടുത്തതിന് മുൻപ് താമസിച്ചിരുന്നത് ആറാലമ്മൂട് മാർക്കറ്റിന് തൊട്ടരികെയായിരുന്നു. എന്തായാലും ഗോപൻ സ്വാമിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹം ജനിച്ച നാൾ മുതൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ മധു ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഈ വ്യക്തി, ഈ ഗോപൻ സ്വാമി മുൻപ് എവിടെയാണ് താമസിച്ചിരുന്നത്? എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. എവിടെയാണത്? ലാവള സ്കൂളിൻ്റെ താഴ്വശം ചാനലിൻ്റെ കരയിലായിരുന്നു. അവിടെ കുടുംബമായിട്ട് താമസിച്ചു. അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് അതായത് ഏകദേശം എത്രാമത്തെ വയസ്സിലാണ്? ഏകദേശം ഒരു 30-35 വർഷം വരും. കൂടുതലാണ് വരും. പിന്നെ വിവാഹശേഷം അവിടെ താമസിച്ചില്ല? വിവാഹശേഷം ഇവിടെ ആയിരുന്നു അവർ. വിവാഹം കഴിഞ്ഞതൊക്കെ ഇവിടെ വെച്ച്. പിന്നെ പുള്ളിയുടെ ആദ്യത്തെ പേരെന്ത്? മണിയനായിരുന്നു ആദ്യത്തെ പേര്. വീട്ടിലൊക്കെ അവിടെ വിളിക്കുന്ന മണിയൻ എന്നാണ്. ഗോസ്വാമി എന്നിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നമ്മളെ നാട്ടിലും മണിയൻ എന്ന് വിളിക്കും. അനിയൻ്റെ പേര് സദാനന്ദൻ. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അനിയൻ മരിച്ചു. ഇവർ ചുമട്ട് തൊഴിലാളിയായിരുന്നു ആറാലമുട്ടിൽ. അന്നും ചുമട്ട് തൊഴിലാളിയായിരുന്നു? അന്ന് ചുമട്ട് തൊഴിലാളിയല്ല, അന്ന് കൂലിപ്പണിയൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ചുമട്ട് തൊഴിലാളിയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം ആറാലമുട്ടിൽ നിന്ന് വീട് ചന്തേര നേരെ താഴ്വശം വരുമ്പോൾ ആ ചാനലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ബാക്കിൽ, ഒരു വീട്ടിൻ്റെ ബാക്കിലായിരുന്നു വീട്. ഈ വിവാഹം കഴിയുന്ന എപ്പോഴാണെന്ന് അറിഞ്ഞിരുന്നു? വിവാഹം കഴിഞ്ഞ എപ്പോഴാണെന്ന് അറിയില്ല. ഏത് വർഷം ഇങ്ങോട്ട് താമസം മാറിയത്? അതും അത്ര പിടിയില്ല. അന്നൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി അവർ ഇവിടെ താമസം മാറിയതാണ്. എന്തായിരുന്നു പ്രശ്നം? അത് പ്രശ്നങ്ങളൊക്കെ ഒരു അടിക്കേസായിരുന്നു. എങ്ങനെയൊക്കെ മാറിയതാണ് അന്ന്. ഗോസ്വാമിയുടെ കുടുംബമായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അന്ന് മാറി ഒക്കെ എല്ലാവരും മാറിപ്പോയാണ്. അവരെ കുടുംബമേ അവിടെ നിന്നൊക്കെ മാറിപ്പോയാണ്. അവിടെയൊക്കെ കൊടുത്തിട്ട് മാറിയാണ്. ഈ പിന്നെ ചുമട്ട് തൊഴിലാളി ആകുന്നത് എപ്പോഴാണ്? ഈ ഗോപൻ സ്വാമിയായി മാറിയതും എപ്പോഴായി? അതും ഞാൻ അത്ര ഇങ്ങോട്ട് വന്നതിന് ശേഷം വലിയ ഒരു ഇതില്ല. കാണുമ്പം വിളിക്കും, അണ്ണാന്ന് വിളിക്കും, വേണമെന്ന് വിളിക്കും എന്നുള്ളൊരിതാണ്. സംസാരിക്കുകയൊക്കെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. വലിയ കാര്യമൊക്കെ ആണ്. കാരണം നമ്മൾ പണ്ടുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 3-4 വീടാണ്. ചാനലിൻ്റെ കരയിലായിരുന്നു താമസിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? അന്നൊക്കെ നല്ല വ്യക്തിയായിരുന്നു. അന്ന് ഈ ഭക്തി മാർഗത്തിലൊക്കെ തന്നെയായിരുന്നു. അന്ന് ക്ഷേത്രവും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷേത്രങ്ങളൊക്കെ വെച്ചത്. അല്ല, അവിടെ വെച്ച് ക്ഷേത്രമൊന്നുമില്ലായിരുന്നു. ഈ പേരെങ്ങനെയാണ് മാറിയത് എന്നറിയാം? അതറിയില്ല. പേരിവിടെ വന്നതിന് കോവിലൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും. അതിനു മുമ്പേ മണിയൻ എന്നാണ് പേര്. യഥാർത്ഥ നമ്മൾ വിളിക്കുന്ന മണിയൻ. പിന്നെ എഴുത്തൂത്ത് അറിയില്ല. കുടുംബമായിട്ട് ബന്ധമുണ്ടോ? ഈ മക്കളെയൊക്കെ അറിയാമോ? മക്കളെയൊക്കെ കൊച്ചിലേക്ക് അറിയുന്നുള്ളൂ. ഇപ്പോഴേ വളർന്നതിന് ശേഷം ഒന്നും അറിയില്ല. അവരിവിടെ ആറാലുമുട്ടിയായതിന് ശേഷം നമ്മളിവിടെ ഇല്ലായിരുന്നു. നമ്മളൊക്കെ പല സ്ഥലത്തോട്ടൊക്കെ അങ്ങ് പോവുകയല്ലേ. കുറേ കാലം ഗുജറാത്ത്, ബോംബെ ഒക്കെ കിടന്നപ്പം പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കറിയില്ല. ഈ സമാധി ഇരുത്തി എന്നുള്ള വാർത്ത എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണ്? സമാധി ഇപ്പം കാണാൻ വേണ്ടിയാണ് ഞാനും വന്നത്. അടുത്ത് കിടക്കണമെങ്കിൽ എൻ്റെ വീട് തൊട്ട് കുറച്ച് താഴെയാണ്. ഒരു 200 മീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ സമാധി ഒന്നും ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഇതുവഴിയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആട്ടോമസിൻ്റെ ഇതുവഴിയൊക്കെ വഴി ഉണ്ടാകുന്ന സമയത്താണ് കാണാം. ഇപ്പോഴും നമ്മളിങ്ങോട്ടൊന്നും വരാറില്ല. അതിനെപ്പറ്റി അറിയില്ല. ഈ
സമാധി ഇരുത്തിയതിനെ കുറിച്ച് ചേട്ടൻ എന്താണ് തോന്നുന്നത്? അത് തെറ്റായ ഭാഗമാണ്. നാട്ടുകാരെയൊക്കെ അറിയണമായിരുന്നു. സമാധി ഇരിക്കുമ്പം ജനങ്ങൾ എല്ലാവരും വരുമല്ലോ കാണാൻ വേണ്ടി. അത് തെറ്റായ ഭാഗമാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ അയൽവാസിയായിരുന്നു. അയൽവാസിയായിരുന്നു. അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ കാണാൻ വേണ്ടി വരും. അപ്പം അത് സ്വന്തമായിട്ട് അവരടങ്ങണ നാട്ടുകാരെങ്കിലൊക്കെ അറിയായിരുന്നു. അതുപോലെ അച്ഛൻ മരിച്ചു സമാധിയാണ് എന്ന് പറയാൻ അത് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. ഗോപൻ സ്വാമിക്ക് എത്ര മക്കളുണ്ടായി? 3 മക്കളുണ്ടെന്ന് പറയുന്നു. എനിക്ക് 3 അറിയില്ല. പിന്നെ ഈ ഇപ്പോഴേ ഇതിലൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോഴാണ് മക്കളെ ഇതൊക്കെ അറിയുന്നുള്ളൂ. 3 മക്കളുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു. അത് ഇടയ്ക്കുള്ളതാണോ ലാസ്റ്റിലുള്ളതാണോ എന്ന് അറിയില്ല. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് മരണം? അങ്ങനെയൊന്നും അങ്ങനത്തെ കാര്യം അറിഞ്ഞോളാം. എന്തായാലും ഗോപൻ സ്വാമി ആദ്യം അറിയപ്പെട്ടിരുന്നത് മണിയൻ എന്ന പേരിലാണ്. എങ്ങനെയാണ് ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഗോപൻ സ്വാമി ആയത് എന്നുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് പോലും, ഈ ഒരു മധു എന്ന അയൽവാസിക്ക് പോലും അറിയില്ലായിരുന്നു. എന്തായാലും മുൻപ് ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പിന്നീടാണ് ഈ ആറാലുമൂട് മാർക്കറ്റിൽ ചുമട്ടു തൊഴിലാളിയായി മാറുന്നതും കുറച്ച് കാലങ്ങൾക്ക് ശേഷം മണിയൻ ഗോപൻ സ്വാമിയായി മാറുന്നതും. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.